കലയ്ക്ക് എങ്ങനെയാ അതിജീവനത്തിന് ശക്തിയുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നതാണ് റോയ് ആശാൻ ചവിട്ട് നാടകവേദിയിൽ നിന്ന് തെളിയിക്കുന്നത്. കുസാറ്റിലെ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായ ആൻ റുസ്തയുടെ അച്ഛൻ എത്തിയത് 70 പേരുടെ സംഘവുമായിട്ടാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനിടെയാണ് വൻ ദുരന്തമുണ്ടായത്. നഷ്ടപ്പെട്ട രാജ്ഞിക്ക് വേണ്ടി കഥാകാരൻ എഴുതുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ എല്ലാ കഥകളിലും അവൾ രാജ്ഞിയായിട്ട് ഉണ്ടാവുമായിരുന്നു. എന്നെ കൂടെ എഴുതാനും സപ്പോർട്ടായിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നിർത്തിക്കളഞ്ഞാൽ ചിലപ്പോൾ ഇനി അവൾക്കൊരു വിഷമമാകരുത്. അവളുടെ അമ്മയും പറയുമായിരുന്നു അത് തന്നെ. കാരണം അവൾ അത്ര ഇഷ്ടപ്പെട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു അവൾ കഥ എഴുതാനും എല്ലാത്തിനും. മാഷിനെ ചുറ്റി വലിയ സ്നേഹവലയം. പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ടീം മാത്രമേ ആൺകുട്ടികളുള്ളൂ. കുട്ടികളെല്ലാവരും നമ്മളെ ആരെയും വഴക്ക് പറഞ്ഞ് പഠിപ്പിക്കാറില്ല. സ്നേഹത്തോടെ തന്നെ പഠിപ്പിക്കണം. മക്കളെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നവരെ. ചവിട്ടു നാടകത്തിനെത്തിയ 70 ശിഷ്യർക്ക് ഈ ആശാനാണ് തുണ. അപ്പച്ചൻ്റെ പുറത്തിരുന്നാണ് ആദ്യത്തെ രംഗം ഞാൻ കയറിയത്. വിശുദ്ധ ഗീവറീസിൽ 12ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ചെറിയ ഗീവറീസിൻ്റെ രംഗമുണ്ട്. ആ രംഗത്താണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. 2012 മലപ്പുറത്താണെന്ന് സ്റ്റേറ്റ് നടന്നത്. അന്ന് മുതൽ ഇന്നുവരെ ഉണ്ട്. എന്തായാലും നിർത്താൻ പറ്റില്ല. കാരണം ഇതങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു രക്തത്തിൽ നിന്നുണ്ടാവുന്നൊരു ഇതാണല്ലോ. മുറിവിൻ്റെ വിടവുകളിൽ ചിരിയുടെ വേരു പടരുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്.